ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അക്ഷതം എന്ന വാക്ക് ഏറെ ശ്രദ്ധ നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഗുരുവായൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ ചടങ്ങിൽ പങ്കെടുത്ത വധൂവരന്മാർക്കും ഒപ്പം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ അക്ഷതം കൊടുക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. എന്താണ് അക്ഷതം, അക്ഷതത്തിന്റെ പവിത്രത എന്താണ്, ആ ഒരു എക്സ്പ്ലെയിനർ കാണാം. അയോധ്യയിൽ പൂജിച്ച അക്ഷതം ലഭിക്കുന്ന വാർത്തകൾ വന്നതോടെ അക്ഷതം എന്താണെന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. അക്ഷതം എന്നാൽ ക്ഷതമില്ലാത്തത് അഥവാ പൊട്ടാത്തത് എന്നാണ് അർത്ഥം. ഹിന്ദുക്കളുടെ മിക്ക പൂജകളിലും അനുഷ്ഠാനങ്ങളിലും അക്ഷതം ഉപയോഗിക്കുന്നു. ഷോഡാശോപാചാരങ്ങളിൽ വസ്ത്രം, ആഭരണം, ഉത്തരീയം മുതലായ ദ്രവ്യങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ ആ സ്ഥാനത്ത് അക്ഷതം സമർപ്പിക്കാറുണ്ട്. ധവളമെന്നും ദിവ്യമെന്നും ശുഭമെന്നും അക്ഷതത്തെ വിശേഷിപ്പിക്കുന്നു. മഞ്ഞൾപ്പൊടിയും അക്ഷതവും ചേർത്ത് ദേവതകൾക്ക് അർച്ചന ചെയ്യാറുമുണ്ട്. വിവാഹങ്ങളിൽ വധൂവരന്മാരുടെ ശിരസിൽ അക്ഷതം തൂവി അനുഗ്രഹിക്കുന്ന പതിവുമുണ്ട്. അക്ഷതം കയ്യിലെടുത്ത് ധ്യാനിക്കുകയോ ജപിക്കുകയോ ചെയ്ത ശേഷം ആളുകളിലേക്ക് വിതറിയാണ് അനുഗ്രഹിക്കുന്നത്. പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങളും പ്രാർത്ഥനകളും മൂർത്തിയിലേക്ക് ചേർക്കാൻ അക്ഷതം ഉപയോഗിക്കും. പൂജകളിൽ പങ്കെടുക്കുന്നവരുടെ കയ്യിൽ അക്ഷതം കൊടുത്ത് പ്രാർത്ഥനകൾ അക്ഷതത്തിലേക്ക് എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കുന്നതാണ് രീതി. മഞ്ഞൾപ്പൊടി പാകത്തിൽ കലർത്തിയ അക്ഷതം മന്ത്രോച്ചാരണത്തോടെ ദേവതകൾക്ക് സമർപ്പിച്ച ശേഷം ഭക്തർക്ക് വിതരണം ചെയ്യാറുമുണ്ട്. ദേശവ്യത്യാസമനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട്. ഏതു തരത്തിലുള്ള ധാന്യം കൊണ്ടും അക്ഷതം തയ്യാറാക്കാം. എന്നാൽ ഏതു ധാന്യമായാലും പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന കാര്യം. പൊട്ടുകയോ പൊടിയുകയോ ചെയ്യാത്ത ധാന്യമാണ് അക്ഷതം. കേരളീയ സമ്പ്രദായത്തിൽ സാധാരണ ഉണക്കലരിയും നെല്ലും 2:1 അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത്. എന്നാൽ അരിക്ക് പകരമായി കടുകും എള്ളും ചേർത്ത അക്ഷതവും ഉപയോഗിക്കാറുണ്ട്. തമിഴ്നാട്ടിൽ നെല്ല് ഉപയോഗിക്കാറില്ല. ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യയിൽ കൂടുതൽ ലഭിക്കുന്ന ധാന്യമായ ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് മണികളിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കും. പൂജാകർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ഉപയോഗിക്കുന്നു. പുഷ്പം ആകാശതത്വമായിട്ടുള്ളതാണ്. പുഷ്പമില്ലെങ്കിൽ അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് സങ്കല്പം. അക്ഷതം ഒരേ സമയം തന്നെ ഭൂമി, ആകാശം എന്നീ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടാണിത്. കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങളിൽ നെല്ലിനെ സ്വർണമായും അരിയെ വെള്ളിയായും സങ്കല്പിക്കാറുണ്ട്. വഴിപാടംശം പോലെ പാവനവും പരിശുദ്ധവുമായതിനാൽ പൂജ കഴിഞ്ഞ് തിരികെ ലഭിക്കുന്ന പുണ്യമാർന്ന അക്ഷതം പവിത്രമായി സൂക്ഷിക്കേണ്ടതുമാണ് എന്നാണ് സങ്കല്പം. ഈ മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരും UP സർക്കാരും ഒക്കെ നൽകുന്നത് ഇവിടെ VIP ദർശനത്തിന് സൗകര്യമൊരുക്കാം, പ്രസാദം ഓൺലൈനായി വിതരണം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിവിധ ആപ്ലിക്കേഷനുകൾ, വിവിധ ആപ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ വ്യാജ ആപ്പുകളാണ്. VIP ദർശനം ഇവിടെ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം പ്രസാദം ഓൺലൈനായി നൽകുന്ന സംവിധാനവും അയോധ്യ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല. ഒപ്പം നിരവധിയായ തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ സൈബർ ലോകത്ത് വ്യാപിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ആ കാര്യത്തിലുമൊക്കെ ഒരു ജാഗ്രത പുലർത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ IT സെൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നതിനൊപ്പം ഈ പറഞ്ഞ പൊതുജനങ്ങൾക്ക് പല വിധത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ VIP പരിഗണന ആർക്കും ഉണ്ടാകില്ലെന്നും പ്രസാദമൊന്നും ഓൺലൈനിൽ നൽകില്ലെന്നും വീണ്ടുമുള്ള മുന്നറിയിപ്പുകൾ ഒപ്പം ഈ മൈക്ക് അനൗൺസ്മെന്റും ഒക്കെ ഇവിടെ കാര്യമായി തന്നെ ഇന്നലെ മുതൽ നൽകുന്നുണ്ട്. കാരണം അത്തരം ആപ്പുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതനുസരിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം മറ്റു കാര്യം, ഇവിടെ ഈ 23 മുതലാണ് ദർശനം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പൂജ ചെയ്യുന്ന രാംലല്ല വിഗ്രഹത്തിനൊപ്പം ഭരതന്റെയും ശത്രുഘ്നന്റെയും ലക്ഷ്മണന്റെയും ഇവരുടെ 3 പേരുടെയും ബാലരൂപത്തിലുള്ള വിഗ്രഹങ്ങളും പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ 4 വിഗ്രഹങ്ങൾ ഈ പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുള്ള പൂജകളാകും ഉണ്ടാവുക. മൈസൂരിൽ നിന്നുള്ള ശില്പി അരുൺ യോഗി രാജ് നിർമ്മിച്ച പുതിയ രാംലല്ല വിഗ്രഹമാണ് ഇപ്പോൾ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ 150 മുതൽ 200 വരെ കിലോഗ്രാം ഭാരമുള്ള ഒരു വിഗ്രഹമാണ് ഇത്. ഈ പ്രായശ്ചിത്ത കർമ്മ പൂജകൾ, മൂർത്തിയുടെ പരിസര പ്രവേശനം, ഇന്ന് ഔഷധക്കൂട്ടുകളും കസ്തൂരി നെയ്യും വിവിധ ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള സ്നാനം എന്നിവയാണ്. ഈ 19-ാം തീയതി ഇന്ന് ഔഷധക്കൂട്ടുകളും കസ്തൂരി നെയ്യും വിവിധ ധാന്യങ്ങളും ഉപയോഗിച്ചുള്ള സ്നാനമാണ് ഇന്ന് നടക്കുന്നത്. 20-ന് നാളെ മധുരം, ഫലകങ്ങൾ എന്നിവയുപയോഗിച്ചുള്ള പൂജാവിധികൾക്ക് ശേഷമാകും മറ്റന്നാൾ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ